അപ്പോൾ എന്തായാലും നമുക്ക് ഡ്യൂക്ക് 200 PS6 ഒരു ചെറിയ റിവ്യൂ വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രണ്ടിൽ ഹാലജൻ ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ടു മേളിലായിട്ട് LED DRLും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു BS6 അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. പിന്നെ എൻജിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. 6 സ്പീഡ് ഗിയർ ബോക്സും പിന്നെ അതുപോലെ 25 bhp പവർ പിന്നെ 19.2 ടോർക്കും ഒക്കെയാണ് തന്നിട്ടുള്ളത്. പിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഫുള്ളി എക്സ്പോസ്ഡ് ആയിട്ടൊരു ബോഡി ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ള കളറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡിസൈനൊക്കെ അന്യായ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ടയറിലേക്ക് നോക്കുകയാണെങ്കിൽ 110, 70, 17 ഫ്രണ്ട് ടയർ സൈസും പിന്നെ ഓറഞ്ച് അലോയാണ് 2+ ടയറുമാണ്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ വന്നിട്ട് 43 mm WP USD ഫോർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞാൽ ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഡ്യൂക്ക് 200 നമ്മളിപ്പോൾ കാണുന്നത്. അന്യായ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു കോംപ്രമൈസും മാറ്റിയിട്ടില്ല. നല്ല ഒരു ഉയർച്ച നിൽക്കുന്ന കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡ്യൂക്ക് 250 പോലെ തന്നെ ഒരു സ്പെറ്റ് ചേസസ് ടൈപ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. BS6 വന്നപ്പോൾ എക്സോസ് പൈപ്പും അടി കൂടെ വന്നപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞതുകൊണ്ട് ഓടിക്കുമ്പോൾ കുറച്ച് കെയറായിട്ട് ഓടിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കുക. പിന്നെ ബാക്കിലേക്ക് നോക്കിയാൽ ബാക്ക് ടയറിൻ്റെ സൈസ് 150, 60, 17 ബാക്ക് ടയർ സൈസ്. MRFൻ്റെ ടയർ തന്നെയാണ്. ഡിസ്ക് സൈസ് 230 mm ഡിസ്ക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ടുള്ള സീറ്റാണ്. ഒരു ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചാൽ ലോങ് റൈഡിനൊക്കെ പറ്റും. ഡ്യൂക്ക് 250 അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സീറ്റ് അത്യാവശ്യം കുറച്ച് ഹാർഡാണ്, എന്നാൽ സോഫ്റ്റുമാണ് എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ടാങ്ക് സൈസ് വന്നിട്ട് 13 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ടാങ്കിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് കീ ഹോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിനകത്ത് വെച്ചേക്കുന്ന ഡ്യൂക്ക് 250 ഹാൻഡിലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് അത് സെപ്പറേറ്റ് മാറ്റി ചെയ്തതാണ്. അതുകൊണ്ട് അത് ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ടാങ്കിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് കീ കൺസോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ മീറ്റർ കൺസോളിലും വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 200cc വന്നിട്ടുള്ളൊരു BS6 ഒന്നും എന്തെങ്കിലും കുറേയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ തോന്നുന്നുണ്ട്. വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എല്ലാം പഴയ പോലെ തന്നെ ട്രിപ്പ് വേണം. പിന്നെ അതുപോലെ ന്യൂട്രൽ ഇൻഡിക്കേഷൻ, പെട്രോൾ വാർണിംഗ്, ഫ്യൂൽ വാർണിംഗ് ഉണ്ട്. പിന്നെ ഹീറ്റ്, സ്പീഡോമീറ്ററിൻ്റെ പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ പഴയ പോലെ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടില്ല. ഡ്യൂക്ക് 250 നമുക്കൊരു സൂപ്പർ മോട്ടോ മോഡൊക്കെ ഉണ്ട്. പക്ഷേ 200 അതും കൂടെ അപ്ലൈ ചെയ്യാമായിരുന്നു എന്നെനിക്ക് നോക്കുന്നു. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ 200cc വന്നപ്പം BS6 ഒരു സൂപ്പർ മോട്ടോ മോഡും കൂടെ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു അവർക്ക്. LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങൾ വന്ന സ്ഥിതിക്ക് LEDയുടെ ഒരു ഹെഡ്ലൈറ്റും കാര്യം പോലും അവർ BS6 അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഓവറോൾ ലുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അന്യായ ലുക്കാണ്. നമുക്കിതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് കൂടെ നോക്കാം. എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചിട്ട് നോക്കാം, ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം. ഒരുപാട് അഗ്രസീവ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബൈക്കാണ് ഡ്യൂക്ക് 200 വന്നിട്ടുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ കാരണം അടിപിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു വലിയ 55 ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് ഓടിക്കാൻ പറ്റുമ്പോൾ മാത്രം വണ്ടി എടുക്കുക. അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അധികം ഷാർപ്പും ബ്രേക്കിങ് കാര്യമാണ്. ഫുള്ളി ബ്രേക്കാണെന്ന് വെച്ചാൽ അല്ലെന്നാണ് ഞാൻ പറയുന്നത്. എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. എന്തായാലും അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഡ്യൂക്ക് 200 റിവ്യൂ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.